नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. ഇന്ന് നമ്മൾ ബിഹാരിയും ബിഹാരിയുടെ സത്സയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബിഹാരി രീതി കാവ്യയ്ക്ക് പ്രതിനിധി കവിയാണ് കേട്ടോ. രീതി സിദ്ധ് കവിയാണ് നമുക്കറിയാം. അതേപോലെ രീതി കാവ്യത്തിൻ്റെ പ്രതിനിധി കവി കൂടിയാണ് ബിഹാരി. അപ്പോൾ ബിഹാരിയുടെ ജനനം 1595 ഇസ്വിയിലാണ്. മരണം 1664 ഇസ്വിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബിഹാരിയുടെ ജനനത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നമുക്ക് പ്രാമാണികമായിട്ടുള്ള അറിവൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ പറയപ്പെടുന്നതാണ്, അനുമാനമാണ്, ഒരു ആൾക്കാർ അനുമാനിക്കുന്നതാണ്, അല്ലാതെ പ്രാമാണികമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്കില്ല. പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ग्वालियर के समीप बसवा गोविंदपुर गांव में केशवराय नामक माधुर चौबे के घर उनका जन्म हुआ. അപ്പോൾ ഗ്വാളിയറിന് സമീപത്ത് ബസ്വ ഗോവിന്ദപൂർ എന്ന ഗ്രാമത്തിൽ കേശവറായൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. ദാമ്പത്യ ജീവൻ മധുര और ആഗ്ര में बीता. അപ്പോൾ ദാമ്പത്യ ജീവൻ അല്ലെങ്കിൽ യൗവനം എന്നൊക്കെ പറയുന്നത് മധുരയിലും ആഗ്രയിലുമായിട്ടാണ് കഴിഞ്ഞുകൂടിയത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ജനനം ഗ്വാളിയാറിലാണ്. പിതാവ് കേശവറായി ആണ്. ഗുരു നരഹരിദാസാണ്. ആശ്രയിതാത എന്ന് പറയുന്നത് രാജ ജയസിംഗ് ആണ് അല്ലേ. ആമേർ കെ രാജ ജയസിംഗ് കെ ദർബാരി കവി ഹെ. അപ്പോൾ രാജ ജയസിംഗ് കെ ദർബാരി കവി ഹെ ബിഹാരിലാൽ. അപ്പോൾ അവിടെ താമസിച്ചു കൊണ്ടാണ് ബിഹാരി ദോഹകൾ എഴുതിയത്. അപ്പോൾ ബിഹാരി സസ്സൈ എന്ന ഗ്രന്ഥം എഴുതിയത് എവിടെ നിന്നിട്ടാണ്? രാജ ജയസിംഗ് के दरबार में रहकर ബിഹാരി സസ്സൈ की रचना की അല്ലേ. അവിടെ നിന്നിട്ടാണ് അദ്ദേഹം ആ ഒരു രചന നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ സസ്സൈ എന്ന് പറയുന്നത് എന്താണ്? 700-ലധികം ദോഹകൾ വരുന്നത് കൊണ്ടാണ് സസ്സൈ എന്ന് പറയുന്നത്. അപ്പോൾ ബിഹാരിയുടെ ദോഹയിൽ നിന്ന് തന്നെ നമുക്ക് ബിഹാരിയുടെ ജനനത്തെക്കുറിച്ചുള്ള സൂചന ലഭിക്കും. ജന്മ ഗ്വാളിയാർ ജാനിയെ ഖണ്ഡ് ബുന്ദേലെ ബായ് തരുണായി ആയി സുധർ മധുര ബസി സസുറാൽ എന്നുള്ള ദോഹയിൽ പറയുന്നുണ്ട്. ജന്മം ഗ്വാളിയാറിലും ബാല്യം ബുന്ദേൽഖണ്ഡിലുമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? യൗവനവും വിവാഹവും മധുരയിലാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ യൗവനവും വിവാഹവും മധുരയിലാണ്, ജന്മം ഗ്വാളിയാറിലാണ്, ബുന്ദേൽഖണ്ഡിലാണ്, ബാല്യകാൽ എന്നും പറയുന്നുണ്ട്. ആ ദോഹയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ബിഹാരിയുടെ പ്രസിദ്ധമായ രചനയാണ് ബിഹാരി സത്സൈ. ബിഹാരി ഒരു രചന മാത്രം നിർവഹിച്ചിട്ടാണ് പ്രശസ്തനായത് അല്ലേ. ബിഹാരി ഒറ്റൊരു രചന മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ, അതാണ് ബിഹാരി സത്സൈ. ബിഹാരിക്ക് ഏകമാത്ര രചന ഹെ ബിഹാരി സത്സൈ. ബിഹാരി സത്സൈ ഏക് മുക്ത കാവ്യ ഹെ. ബിഹാരി സത്സൈ എന്താണ്? മുക്ത കാവ്യാണ്, അതായത് പരസ്പരം ബന്ധമില്ലാത്ത ദോഹകളാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് മുക്തകാവ്യം എന്ന് പറയുന്നത്. ഭാഷ എന്താണ്? ബ്രജ് ഭാഷയാണ്. ബ്രജ് ഭാഷയിലാണ് ബിഹാരി സത്സൈ എഴുതിയിട്ടുള്ളത്. കുൽ ദോഹെ, മൊത്തം ദോഹകളുള്ളത് 719. പിന്നെ പലരും കുറച്ച് പേര് 713 എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടും എഴുതിയത്. 719 നമ്മൾ പറയുന്നത്. എങ്കിലും അഥവാ ഓപ്ഷൻസായിട്ട് 713 വന്നെങ്കിൽ അത് നിങ്ങൾ ലോക്ക് ചെയ്യണം. അതുകൊണ്ടാണ് 719ഉം 713 ഒന്ന് പഠിച്ചു വെക്കുക. ചന്തായിട്ട് വരുന്നത് ദോഹയും സോരഠിയാണ്. ചന്ത്, ദോഹയും സോരഠിയാണ് ബിഹാരി സത്സൈയിൽ വരുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ബിഹാരി സത്സൈയിൽ 565 ദോഹകൾ ശൃംഗാർ പരഗ് ദോഹകളാണ്. 50 ദോഹകൾ ഭക്തി പരകാണ്. 45 നീതിപരകായിട്ടുള്ള ദോഹകളാണ്. 32 ദോഹകൾ പ്രകൃതിപരകാണ്. 27 ദോഹകൾ അന്യവിഷയപരക. അപ്പോൾ ശൃംഗാരവുമായി ബന്ധപ്പെട്ട ദോഹകൾ 565, ഭക്തിപരമായിട്ടുള്ള ദോഹകൾ 50, നീതിപരമായിട്ടുള്ള ദോഹകൾ 45, പ്രകൃതിപരമായിട്ടുള്ള ദോഹകൾ 32, പിന്നെ മറ്റുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ദോഹകൾ 27 ആണ് എന്നാണ് പറയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് മൊത്തം നമ്മൾ കൂട്ടുമ്പോൾ 719 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 719 ദോഹകളാണ് മൊത്തം ഉള്ളത്. എങ്കിലും 713 കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബിഹാരി സത്സൈ पर कुल 54 टीकाएँ प्राप्त है. अंतिम टीका बिहारी रत्नाकर है. അപ്പോൾ ബിഹാരി സത്സൈയിൽ
54ഓളം ടീക്കകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ടീക്കകൾ എഴുതിയിട്ടുണ്ട് ബിഹാരി സസ്സയിൽ. അപ്പോൾ 54ഓളം ടീക്കകൾ വന്നിട്ടുണ്ട്. അതിൽ അവസാനമായിട്ടുള്ള ടീക്ക, അന്തിം ടീക്ക എന്ന് പറയുന്നത് ബിഹാരി രത്നാകർ എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. അത് എഴുതിയിട്ടുള്ളത് ജഗന്നാഥ് കി ടീക്ക ഹെ ബിഹാരി രത്നാകർ. അപ്പോൾ ജഗന്നാഥ് രത്നാകറിൻ്റെ ടീക്കയാണ് ബിഹാരി രത്നാകർ. മനസ്സിലായോ? അപ്പോൾ ബിഹാരി സസ്സയുടെ ടീക്ക, അന്തിം ടീക്ക ബിഹാരി രത്നാകറാണ്. അത് എഴുതിയിട്ടുള്ളത് ജഗന്നാഥ് രത്നാകറാണ്. ഉസ്മൻ 713 ദോഹെ സങ്കലിത് ഹെ. അപ്പോൾ ബിഹാരി രത്നാകറിൽ എത്രയാ? 713 ദോഹകളാണ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. ഗാഗർ മേ സാഗർ ഭർനെ വാലി കവി ഹെ ബിഹാരി. അപ്പോൾ ബിഹാരിയെ നമ്മൾ അറിയപ്പെടുന്നത് രതിസിദ്ധ കവിയാണ്, രതികാവ്യത്തിൻ്റെ പ്രതിനിധി കവിയാണ്. പിന്നെ നമ്മൾ അറിയപ്പെടുന്നത് ഗാഗർ മേ സാഗർ ഭർനെ വാലി കവി ഹെ ബിഹാരി, അങ്ങനെയും നമ്മൾ അറിയപ്പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗാഗർ മേ സാഗർ ഭർനെ വാലി കവി കോൻ ഹെ എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രാധാചരൺ ഗോസ്വാമി പീയൂഷ് വർഷി മേഘ് എന്നാണ് ബിഹാരിയെ വിളിച്ചത്. രാധാചരൺ ഗോസ്വാമി പീയൂഷ വർഷി മേഘ് എന്നാണ് ബിഹാരിയെ വിളിച്ചത്. പത്മ സിംഗ് ശർമ്മ ശക്കർ കി റോട്ടി കഹാ ഹൈ. പത്മ സിംഗ് ശർമ്മനെ ബിഹാരി കെ കാവ്യ കോ ശക്കർ കി റോട്ടി കഹാ ഹൈ. അപ്പോൾ കാവ്യത്തെയാണ് ശക്കർ കി റോട്ടി എന്ന് പറഞ്ഞത്. പത്മ സിംഗ് ശർമ്മ ബിഹാരിയുടെ കാവ്യത്തെയാണ് ശക്കർ കി റോട്ടി എന്ന് വിളിച്ചത് കേട്ടോ. മിശ്രബന്ധു ബിഹാരിയെ കവിയായി കണക്കാക്കിയിട്ടില്ല. കവി നെഹി മാന. അപ്പോൾ മിശ്രബന്ധു ബിഹാരിയെ കവിയായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബിഹാരിയെക്കുറിച്ചും ബിഹാരി സസ്സയെക്കുറിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ധന്യവാദം.